കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. നാച്ചുറലായിട്ട് പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഡോക്ടറോ മറ്റുള്ള മരുന്നുകളോ ഒന്നും കഴിക്കാതെയോ മറ്റുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യാതെയോ നാച്ചുറലി പ്രഗ്നൻ്റ് ആകാൻ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ടിപ്സിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇതുവരെയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ പ്രഗ്നൻ്റ് ആകുന്നവരും ഉണ്ട്. നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഡേ ടു ഡേ ഓരോരുത്തർ ഒരാളെങ്കിലും ഒരു ദിവസം കുറഞ്ഞത് പറയുന്നുണ്ട്, പ്രഗ്നൻ്റ് ആയി ചേച്ചി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് സഹായിക്കുന്ന ഒരുപാട് ടിപ്സ് നമ്മളുടെ ചാനലിൽ ചെയ്യുമ്പോഴേക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് അതുപോലെ നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ. എല്ലാ മലയാളികളുടെ വീട്ടിലും മസ്റ്റായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതുപയോഗിച്ച് പ്രഗ്നൻസി എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നടക്കാമെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് കറിവേപ്പിലേനെ പറ്റിയിട്ടാണ്. കറിവേപ്പിലേനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കറിക്ക് സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ടേസ്റ്റും ഗുണവും ഒക്കെ തരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പില. പക്ഷേ ഒരു പഴഞ്ചൊല്ലില്ലേ, കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറിവേപ്പിലയാണെന്ന് പറയില്ലേ, ഭക്ഷണത്തിലിട്ടു അതിന് സ്മെല്ല് വന്നു കഴിക്കാൻ നേരത്തത് ആളെ അങ്ങോട്ട് പുറത്തേക്ക് മാറ്റി വെക്കും നമ്മൾ. എന്നാൽ അതുപയോഗിച്ച് പ്രഗ്നൻ്റ് ആകാനായിട്ട് ഒരുപാട് പേർക്ക് സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മളുടെ ശരീരത്തിൽ അയേണിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് അനീമിയ എന്ന് പറയുന്നത്. അനീമിയ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴേക്കും ഇതുമൂലം ശരീരത്തിൽ റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ കുറയുന്നു, നമുക്ക് വിളർച്ചയുണ്ടാകുന്നു, ശരീരത്തിലെ മറ്റുള്ള പ്രവർത്തനങ്ങളെല്ലാം താറുമാറാകുന്നു. ഇങ്ങനെ കറിവേപ്പില യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അനീമിയ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നു. അത് മാത്രമല്ല, നമ്മളുടെ ശരീരത്തിലെ ബ്ലഡിന്റെ പ്രൊഡക്ഷൻ അത് സഹായിക്കുന്നു. ബ്ലഡിന്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. ബ്ലഡിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ ശരീരത്തിൽ അയേൺ ഇല്ലാതാവുമ്പോഴാണ്. ഈ ഒരു ഡെഫിഷ്യൻസിയെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറിവേപ്പില ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു. അത് മാത്രമല്ല, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും, അതായത് വയറ്റിൽ നിന്ന് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും സ്ത്രീകളിലും പുരുഷന്മാരിലും വെയിറ്റ് ലോസിലും ഇത് സഹായിക്കുന്നു. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ഹോർമോണൽ ഇംബാലൻസസ് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടായിട്ടുള്ള PCOD അഥവാ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസസിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കറിവേപ്പില ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു. അതുമാത്രമല്ല, നമ്മളിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. കോമൺലി ഇത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനല്ല, പക്ഷെ മറ്റുള്ള ഓവറോൾ രീതിക്കും ഇത് സഹായിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനും, അതായത് ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും പ്രത്യുൽപാദന അവയവങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീ ശരീരത്തിൽ അവരുടെ ഹോർമോൺസിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിന് ഇത് സഹായിക്കുന്നു. ഹോർമോൺസിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുകയാണെങ്കിൽ, കൃത്യമായിട്ടുള്ള അളവിൽ ഈസ്ട്രജൻ ഹോർമോണും പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെയും ഒക്കെ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ നാച്ചുറലി നമുക്ക് കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ എഗ്ഗിന്റെ ക്വാളിറ്റി കൂടുക എന്ന് പറയുന്നത്. ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള ഇന്റർവെൽസിൽ നടക്കുമ്പോഴാണ് എഗ്ഗിന്റെ പ്രവർത്തനവും എഗ്ഗിന്റെ ക്വാളിറ്റിയും ഒക്കെ കൃത്യമായിട്ട് വരികയും എഗ്ഗ് പൊട്ടുകയും ഒക്കെ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് കറിവേപ്പില ഉപയോഗിക്കുന്നത് നമ്മളെ സഹായിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ പീരിയഡ്സുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും, ഇറഗുലർ പീരിയഡ്സ് ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനും, ഇടയ്ക്കിടയ്ക്ക് സ്പോട്ടിംഗ് ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നതിനും കറിവേപ്പില സഹായിക്കുന്നു. സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, പുരുഷന്മാർക്കും അവരുടെ സ്പേമിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. കൃത്യമായിട്ട് മോട്ടിലിറ്റിയും അതുപോലെ മോർഫോളജിയും ഒക്കെയുള്ള ഒരു സ്പേമിന് കൃത്യമായി എഗ്ഗിനെ പോയി കണ്ടുപിടിച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യത അത് വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പുരുഷന്മാരും കറിവേപ്പില യൂസ് ചെയ്യുന്നത് അവരുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയിൽ ഒരുപാട് വിറ്റമിൻസും അതുപോലെ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്, കോപ്പർ, മാംഗനീസ്, അയൺ, കാൽസ്യം, ഫോസ്ഫറസ്, പ്രോട്ടീൻ, അതുപോലെ ഫൈബർ, വിറ്റമിൻ ഇ, വിറ്റമിൻ എ, വിറ്റമിൻ ബി, വിറ്റമിൻ സി, അതുപോലെ ആന്റി ഓക്സിഡൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ആന്റി ഓക്സിഡൻസ് നമ്മളുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അത് മാത്രമല്ല, മറ്റുള്ള ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ആന്റി ഓക്സിഡൻസ് മൂലം ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നത് ഒരുപാട് പേർക്ക് പല രീതിക്ക് അവർ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറിവേപ്പില ധാരാളം യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഉണ്ടാവുന്ന പൊതുവെയുള്ള സംശയങ്ങൾക്ക് നമുക്ക് ഉത്തരം നോക്കാം. ഏറ്റവും ആദ്യത്തെ ഒരു സംശയം എന്ന് പറയുന്നത്, ഏത് സമയത്ത് വേണമെങ്കിലും കറിവേപ്പില യൂസ് ചെയ്യാമോ എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. പുരുഷന്മാർക്ക് ഏത് സമയത്ത് യൂസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഈ കറി ലീവ്സ് പീരിയഡ്സിന്റെ സമയത്തും അതുപോലെ ഓവുലേഷൻ നടക്കുന്ന സമയത്തും അതുപോലെ നിങ്ങൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും യൂസ് ചെയ്യാവുന്നതാണ്. അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ആർക്കും തന്നെ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല.
ഇനി ഏതൊക്കെ രീതിക്ക് ഇത് യൂസ് ചെയ്യാമെന്ന് നോക്കാം. സാധാരണയായിട്ട് നമ്മൾ കറിവേപ്പില യൂസ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോഴേക്കും അതിലോട്ട് ആഡ് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ പലരും അത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടി കഴിയുമ്പോഴേക്കും കറിവേപ്പില എടുത്ത് ഭക്ഷണത്തിൽ അങ്ങോട്ട് മാറ്റി വെക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത് കേട്ടോ. നല്ലതുപോലെ ചവച്ചരച്ച് നിങ്ങളത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും കടുക് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ കടുകിനോടൊപ്പം തന്നെ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിക്കുകയാണെങ്കിൽ അത് കുറച്ചൊന്ന് ക്രഞ്ചി ആയിട്ടിരിക്കും. അങ്ങനെ നിങ്ങൾ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇത് എടുക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു ഒരു രീതിക്ക് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നത് കറിവേപ്പില വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരുപാട് പേർക്കുള്ള വെള്ളം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് ഇത് ചെയ്യേണ്ട കേട്ടോ. കാരണം നമുക്ക് മാത്രം ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഏകദേശം നമ്മളിപ്പോൾ ഗ്രാമ്പൂ വെള്ളം തിളപ്പിക്കുന്നത് പോലെ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് 1 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ നല്ലതുപോലെ ബോയിൽ ചെയ്ത് അത് ലോ ഫ്ലെയിമിലിട്ട് കേട്ടോ. എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള വെള്ളം പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പാടില്ല. പെട്ടെന്ന് പണി തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് അതിന്റെ സത്ത് മൊത്തം ഇളകി വരുന്നത് പോലെ അത് നല്ലതുപോലെ ബോയിൽ ചെയ്ത് 2 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ അത് 1 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ നിങ്ങൾ ധാരാളം ഇത് കുടിക്കുക കേട്ടോ. ഒരു ദിവസം 1 ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിച്ചാൽ മതിയാകും. അതിൽ കൂടുതൽ നിങ്ങൾ കുടിക്കേണ്ട ആവശ്യമില്ല. ഭക്ഷണത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കഴിക്കുന്നത് കൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മൾ ഒരുപാട് പേർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇടുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഭക്ഷണത്തിൽ ഇപ്പോൾ രാവിലത്തെ ഉണ്ടാക്കുന്ന ഇപ്പോൾ എന്തെങ്കിലും പയർവർഗ്ഗങ്ങൾ ഉണ്ടെങ്കിൽ അത് താളിക്കുന്ന സമയത്ത് ഇട്ടാലോ, ഉച്ചയ്ക്ക് എന്തെങ്കിലും താളിക്കുന്ന സമയത്ത് ഇട്ടാലോ, അല്ലെങ്കിൽ രാത്രി നമ്മൾ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നതിൽ ഇട്ടാലോ ഒന്നും പ്രശ്നമില്ല. അതുപോലെ തന്നെ ഈ കറിവേപ്പില എടുത്ത് ഉണക്കി പൊടിച്ചിട്ട് അത് പൊടിയാക്കി വെച്ചിട്ട് അത് നമ്മൾ സാലഡ്സിലൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ രീതിക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകുന്നത് ഏത് സമയത്താണ് ഇത് കുടിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ്. ക്ലോസ് വാട്ടറൊക്കെ എടുക്കുന്നവർക്ക്, അതായത് ഗ്രാമ്പൂ വെള്ളം, ഉലുവ വെള്ളം, കറുവപ്പട്ട വെള്ളം, ഇങ്ങനെയുള്ള വെള്ളമൊക്കെ എടുക്കുന്നവർക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് എടുക്കാൻ അനുയോജ്യം നമ്മുടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലാണ്. അതായത് ഇപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് എടുക്കുന്നതിന് മുൻപ് ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, നമുക്ക് വിശന്ന് തുടങ്ങുന്ന ആ ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഗുണം മൊത്തം നമ്മുടെ ശരീരത്തിലോട്ട് അങ്ങോട്ട് എത്തും. അതും ഒരു എംപ്റ്റി സ്റ്റൊമക്ക് തന്നെയാണ്. കാരണം നമ്മുടെ ആദ്യത്തെ ഭക്ഷണം നമുക്കത് കഴിച്ചത് ദഹിച്ചിട്ടുണ്ടാകും. അതിനുശേഷം നമുക്ക് വിശന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കൊരു എംപ്റ്റി സ്റ്റൊമക്ക് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിക്ക് എടുക്കാവുന്നതാണ്. ഇനി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോയി തിരിച്ചു വന്നിട്ടുള്ള ഒരു സമയം ഉണ്ടാവുമല്ലോ. തിരിച്ച് നിങ്ങൾ വീട്ടിൽ കയറുമ്പോഴേക്കും നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്ത് കുടിക്കാൻ പറ്റുന്നതല്ലേ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾ വിശന്നിരിക്കുന്ന സമയത്ത് എടുക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ തലേ ദിവസം രാത്രിയാണെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഏത് സമയത്താണോ ആ സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എംപ്റ്റി സ്റ്റൊമക്ക് തന്നെ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റുള്ള രീതിക്കാണെങ്കിലും നിങ്ങളത് ശരീരത്തിലോട്ട് എത്തിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ കറിവേപ്പില എന്ന് പറയുന്നത്. പക്ഷേ ഇനി ഇല്ലാത്തവരാണെങ്കിൽ എവിടെന്നെങ്കിലും ഒരു തണ്ട് മേടിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഒരു കുഞ്ഞു ചെടിച്ചട്ടിയാണെങ്കിൽ നമുക്ക് നട്ടുവെക്കാമല്ലോ. അങ്ങനെ നിങ്ങൾ നട്ടുവെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അങ്ങനെയൊന്നും പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് കറിവേപ്പില മേടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം. നാടൻ കറിവേപ്പില മേടിച്ചിട്ട് ചുമ്മാ ഒന്ന് പൈപ്പിൽ കാണിച്ച് കഴുകാതെ അത് കുറച്ച് നേരം എടുത്ത് നമ്മളതിപ്പോൾ ആ തണ്ടിയിൽ നിന്ന് വേർപെടുത്തി എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് നല്ലതുപോലെ അത് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. കാരണം ഒരുപാട് കെമിക്കൽസ് കറിവേപ്പിലയിൽ അടിച്ചു വരുന്നുണ്ട്. അത്രയും നാൾ വരെയൊക്കെ ഫ്രഷ് ആയിട്ട് കുറച്ച് ദിവസമൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പലരും അങ്ങനെ ഒരുപാട് കെമിക്കൽസ് കറിവേപ്പിലയിൽ അടിക്കുന്നുണ്ട്. ആ കെമിക്കൽ മൊത്തം നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തി നല്ലതുപോലെ അത് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം മാത്രം വെള്ളം തിളപ്പിച്ചോ ഭക്ഷണം ആഡ് ചെയ്തിട്ടോ നിങ്ങൾ കഴിക്കുക കേട്ടോ. ഹസ്ബൻഡിനും ഇത് കൊടുക്കുക. ഒരുപാട് 2 പേർക്കും ഒരുപാട് തരത്തിൽ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്യുക കേട്ടോ. പിന്നെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, അണ്ടത്തിനും ബീജത്തിനും ഒരുപാട് ഗുണങ്ങൾ തരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആരും ഇത് യൂസ് ചെയ്യേണ്ട. ലിമിറ്റായിട്ട് മാത്രം നിങ്ങളത് യൂസ് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ഉള്ള, അതായത് ഒരുപാട് ടെസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്കൊക്കെ ഇങ്ങനെയുള്ള നാച്ചുറൽ മെത്തേഡ്സ് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.